സ്പൈഡർ നുവയർ വരുന്നു. അതെ, സ്പൈഡർ നോയർ എന്നുള്ളതല്ല, സ്പൈഡർ നുവയർ എന്നുള്ളതാണ് കറക്റ്റ് പ്രൊനൗൺസിയേഷൻ. നുവയർ എന്നതൊരു ഫ്രഞ്ച് വാക്കാണ്. ബ്ലാക്ക് അല്ലെങ്കിൽ ഡാർക്ക് എന്നതാണ് ഇതിനെ സൂചിപ്പിക്കുന്നത്. മെയിൻലി ഇങ്ങനത്തെ മൂവീസിലെ ക്യാരക്ടർ ഒരു ഓഫീസർ അല്ലെങ്കിൽ ഒരു ഡിറ്റക്റ്റീവ്, ഒരു പ്രൈവറ്റ് ഏജൻറ്റ്, ഡിറ്റക്റ്റീവ് ഏജൻറ്റ്, ഇങ്ങനത്തെ ക്യാരക്ടറായിട്ടായിരിക്കും മെയിൻലി വരുന്നത്. ഇത്ര സിനിമാസിലെ ഹീറോസ് ഒരിക്കലും ഒരു പെർഫെക്റ്റ് ഹീറോ ആവില്ല, എന്തെങ്കിലും ഒരു നെഗറ്റീവ് സൈഡുള്ള ഹീറോ ആയിരിക്കാം. സോ അത് തന്നെയാണ് ന്യൂവയർ സിനിമകളെ കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആക്കുന്നതും. അങ്ങനെ അവസാനം നമ്മുടെ മാർവലിലും പ്രോപ്പർ ന്യൂവയർ കണ്ടന്റ് വരുന്നു. സ്പൈഡർ ന്യൂവയർ ആമസോൺ സീരീസ്. ആരാണ് സ്പൈഡർ നോയർ? സ്പൈഡർമാൻ ഇൻടു ദ സ്പൈഡർവേഴ്സിലാണ് ഈ ക്യാരക്ടർ ആദ്യമായി കടന്നു വരുന്നത്. പക്ഷേ ആ സെയിം ക്യാരക്ടറല്ല, ഇതിൽ ഡിഫറൻറ്റ് ക്യാരക്ടറായിട്ടാണ് ഈ ഒരു സീരീസിൽ ഈ ക്യാരക്ടറിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പോകുന്നത്. സോ നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഇൻടു ദ സ്പൈഡർവേഴ്സിൽ നിക്കോളസ് കേജാണ് ഈ ഒരു ക്യാരക്ടറിന് വോയിസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. സോ ആ നിക്കോളസ് കേജ്, അതായത് ഗോസ്റ്റ് റൈഡർ അഭിനയിച്ചിരുന്ന ആ സെയിം ക്യാരക്ടർ തന്നെ ലൈവ് ആക്ഷനിലേക്ക് ഈ ഒരു ക്യാരക്ടറായിട്ട് വരുമ്പോൾ വളരെയധികം സന്തോഷമുള്ള കാര്യം തന്നെയാണ്. സോ ആരാണ് സ്പൈഡർ നോയർ? ബെൻറലി എന്നാണ് ഇതിൽ പറയുന്നത്. അക്രോസ് ദ സ്പൈഡർവേഴ്സിൽ കാണിക്കുന്ന സ്കാർലറ്റ് സ്പൈഡർമാനാണ് ബെൻറലി. സോ കൊമിക്സിൽ നോക്കുകയാണെങ്കിൽ പീറ്റർ പാർക്കറിൻ്റെ ഒരു ക്ലോണായിട്ടാണ് ഈ ഒരു ക്യാരക്ടർ ആദ്യമായി ഇൻട്രൊഡ്യൂസ് ആവുന്നത്. ട്രെയിലറിൽ ബെൻറലിനെ കാണിച്ചിരിക്കുന്നത് തന്നെ ഫുള്ളായിട്ട് ഒരു തകർന്നിരിക്കുന്ന രീതിയിലൊരു ഏജൻ്റായിട്ടാണ്. ഇദ്ദേഹം ഒരു ഫുൾ പഴയ സ്പൈഡർ ഐഡൻറ്റിറ്റി മറന്നിട്ടാണ് ഈ ഒരു ഡിറ്റക്റ്റീവ് ഏജൻ്റായിട്ട് തന്നെ ജീവിച്ചിരിക്കുന്നത്. സോ അതിനുശേഷം എന്തൊക്കെയോ കാരണത്താൽ പിന്നെയും തൻ്റെ സ്പൈഡർ ഐഡൻറ്റിറ്റി തിരിച്ച് കൊണ്ടുവരണം എന്നുള്ളൊരു തോട്ട് വരുന്നു. അതിൽ തന്നെ കൺഫ്യൂഷനായിട്ട് ഇടയ്ക്ക് സ്റ്റക്കായിട്ട് നിൽക്കുന്നു. ഇതൊക്കെ തന്നെയാണ് പിന്നെ അങ്ങോട്ടേക്ക് സംഭവിക്കുന്നതും. സോ അതിന് ശേഷം സ്പൈഡർ ന്യൂവയറായിട്ട് തന്നെ ബെൻറലി മാറുന്നു. അതിനുശേഷം വരുന്ന സൂപ്പർ വില്ലൻസ്, പണ്ടുണ്ടായിരുന്ന സൂപ്പർ വില്ലൻസൊക്കെ സ്പൈഡർ ന്യൂവയർ തിരിച്ച് വന്നു എന്ന് അറിഞ്ഞതിന് ശേഷം വരുന്നൊരു റിവഞ്ച് പരിപാടി, ഇതൊക്കെ തന്നെയായിരിക്കും ഈ സീരീസിൻ്റെ ഉടനീളം കാണിക്കുന്നത്. ഇത് തന്നെയാണ് ട്രെയിലർ കണ്ടപ്പോഴും എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയ കാര്യങ്ങൾ. സോ ഈ ഒരു സീരീസിലേക്ക് വരാൻ പോകുന്ന മെയിനായിട്ടുള്ള വില്ലനാണ് സിൽവർ മെയിൻ. സോ ഇയാളുടെ കാര്യം എന്ന് പറയുമ്പോൾ ഇയാളൊരു ഓർഗനൈസ്ഡ് ക്രൈം സിൻഡിക്കേറ്റിൻ്റെ ഹെഡാണ്. സോ ഇയാൾക്ക് താഴെ കുറേയധികം ആൻറ്റി ഹീറോസ്, അതുപോലെ തന്നെ കുറേയധികം സൂപ്പർ വില്ലൻസ് ഉണ്ട്. അതിൽ തന്നെ നമ്മൾ ഈ സീരീസിലൂടെ തന്നെ മെയിനായിട്ട് കാണുന്നതാണ് മോൾട്ടൻ മാൻ, അതുപോലെ തന്നെ സാൻഡ് മാൻ, പിന്നെ മാൻ സ്പൈഡർ. കൊമിക്കലി ഈ മാൻ സ്പൈഡർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പീറ്റർ പാർക്കർ തന്നെയാണ്. അതായത് പീറ്റർ പാർക്കറിന് തൻ്റെ സ്വന്തം സൂപ്പർ ഹീറോ ജീവിതം, സ്പൈഡർമാൻ എന്നുള്ള ജീവിതം അടുത്ത് സാക്രിഫൈസ് ചെയ്യുന്ന ഒട്ടും വയ്യ എന്നുള്ള സിറ്റുവേഷനിൽ നിൽക്കുമ്പോൾ പുള്ളി തന്നെ ഒരു സീറം ഉണ്ടാക്കുന്നു. സോ ആ സീറം വെച്ച് പുള്ളി വിചാരിച്ചത് പുള്ളിയുടെ ബോഡിയിലേക്ക് എഫക്റ്റ് ആകുമ്പോൾ ആ ഒരു സൂപ്പർ ഹീറോ പവറൊക്കെ പോയി പുള്ളി ഒരു നോർമൽ ഹ്യൂമൻ ആവുമെന്നാണ്. പക്ഷേ ആ സീറം നേരെ ഡിഫക്റ്റായി അതൊരു പീറ്റർ പാർക്കറിനൊരു ഹ്യൂമൻ സ്പൈഡറാക്കി മാറ്റുന്നു. സോ അതിനുശേഷം പീറ്റർ പാർക്കറിൻ്റെ ജീവിതത്തിൽ നടക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ കൊമിക്കൽ ഇങ്ങനെയാണ്. അത് ഇനി ഈ സീരീസിലേക്ക് വരുമ്പോൾ പീറ്റർ പാർക്കർ തന്നെ ആവണമെന്നില്ല മാൻ സ്പൈഡറായിട്ട് വരാനായിട്ട്. കാരണം ഒരു ഓൾട്ടർനേറ്റീവ് വേർഷൻ തന്നെയാണ് ഈ ഒരു സീരീസിൽ നടക്കുന്നത്. സോ വേറൊരു ഓൾട്ടർനേറ്റീവ് വേർഷനായിട്ടുള്ള ഒരാളായിരിക്കാം. അതാരാണ്, എങ്ങനെയാണ് വരുന്നത് എന്നൊക്കെ ഈ സീരീസിലൂടെ തന്നെ നമുക്ക് കണ്ടറിയാം. സോ മെയിലിൽ നോക്കുകയാണെങ്കിൽ ഈ സ്പൈഡർ നോയർ എന്ന് പറയുന്നത് നോർമൽ ട്രഡീഷണൽ സ്പൈഡർമാൻ പോലെ ആയിരിക്കില്ല. അതായത് നമ്മുടെ പീറ്റർ പാർക്കർ എന്ന് പറയുമ്പോൾ പവർ കിട്ടുന്നൊരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിച്ചിട്ടാണ്. പീറ്റർ പാർക്കർ എന്നല്ല, മൈൽസ് മൊറാൽസ്, ഗ്വെൻ സ്റ്റേസി, ഇവരുടെ കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരു റേഡിയോ ആക്റ്റീവ് സ്പൈഡർ കടിച്ചിട്ടാണ് ഇവർക്ക് പവർ കിട്ടുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ഒരു സാധാരണ റേഡിയോ ആക്റ്റീവ് സ്പൈഡർ അല്ല, ഒരു 1930 ന്യൂയോർക്കിൽ വെച്ചൊരു ഏൻഷ്യൻറ്റ് മാനിഫെസ്റ്റിൻ്റെ ഒരു മിസ്റ്റിക്കൽ സ്പൈഡർ കടിച്ചിട്ടാണ് നമ്മുടെ സ്പൈഡർ ന്യൂവയറിന് പവർ കിട്ടുന്നത്. സോ ഇവിടെ നോക്കുകയാണെങ്കിൽ തന്നെ ഈ ഒരു സ്പൈഡർ വേർഷൻ എന്ന് പറയുമ്പോൾ ടിപ്പിക്കൽ നമ്മുടെ പീറ്റർ പാർക്കർ, ഗ്വെൻ സ്റ്റേസി പോലുള്ള ഒരാളല്ല. അതായത് ഗ്വെൻ സ്റ്റേസി, പീറ്റർ പാർക്കർ, മൈൽസ് മൊറാൽസ് ഇവരൊക്കെ പറയുമ്പോൾ തൻ്റെ പഞ്ചസൊക്കെ ഹോൾഡ് ചെയ്തിട്ട് സൂപ്പർ വില്ലൻസിനൊക്കെ അടിക്കുന്ന ആളാണ്. സോ സൂപ്പർ വില്ലൻസിന് ഒരിക്കലും കൊല്ലില്ല. എല്ലാ സ്പൈഡർമാൻ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാം, ഒരിക്കലും സ്പൈഡർമാൻ ഒരു എനിമി എത്ര ക്രൂരനായിട്ടുള്ള എനിമി ആണെങ്കിൽ പോലും കൊല്ലില്ല. അതായത് അടിച്ചിടുകയുള്ളൂ. അടിച്ചിട്ടിട്ട് ജയിലിൽ കൊണ്ടാക്കുക, റാഫ്റ്റിൽ കൊണ്ടാക്കുക, ഇങ്ങനത്തെ പരിപാടിയാണുള്ളൂ. പക്ഷേ ഇവിടെ അതെടുത്ത് നോക്കുമ്പോൾ ഈ സ്പൈഡർമാൻ ടോട്ടലി ഡിഫറൻ്റ് ആണ്. അതായത് ഈ സ്പൈഡർമാൻ മെയിലിൽ നോക്കുകയാണെങ്കിൽ റിവോൾവർ, അതുപോലെ തന്നെ പിസ്റ്റൾ കാര്യങ്ങൾ ഉപയോഗിക്കും. അത് തന്നെ മനസ്സിലാക്കാം വരുന്നത് വില്ലന്മാരായിക്കോട്ടെ, ആരായിക്കോട്ടെ, സൂപ്പർ വില്ലൻ ആയിക്കോട്ടെ, എന്ത് വില്ലൻ ആയിക്കോട്ടെ, ഇതൊരു ആൻറ്റി ഹീറോ തന്നെ ആയിക്കോട്ടെ, കൊല്ലുക എന്ന് തന്നെയാണ് ഈ ഒരു സ്പൈഡർ ന്യൂവയറിൻ്റെ ലക്ഷ്യം. അത് തന്നെയാണ് ബാക്കിയുള്ള സ്പൈഡർമാനിൽ നിന്നും ഈ ഒരു സ്പൈഡർമാനെ ഡാർക്കാക്കുന്നത്. സോ അതുകൊണ്ട് തന്നെയാണ് ഈ സ്പൈഡർ ന്യൂവയർ എന്ന് വിളിക്കുന്നത്. ന്യൂവയർ ഞാൻ നേരത്തെ പറഞ്ഞ ഒരു ഡാർക്ക് വേൾഡ്. അതായത് അവിടെ അനീതി ഉണ്ടെങ്കിലും നീതി ഉണ്ടെങ്കിലും കൊല്ലുക, അത് തന്നെയാണ് കാര്യമുള്ളൂ. അതിപ്പോൾ എത്ര പാവമായിക്കോട്ടെ, എത്ര നല്ലവനായിക്കോട്ടെ, തെറ്റ് ചെയ്തിട്ടുണ്ടോ കൊല്ലുക, അത് തന്നെയാണ് സ്പൈഡർ ന്യൂവയറിൻ്റെ ലക്ഷ്യം.
സോ മെയ് 27-നാണ് ഈ സീരീസ് വേൾഡ് വൈഡ് ആയിട്ട് റിലീസാവുന്നത്. മലയാളം അടക്കമുള്ള മിക്ക ഭാഷയിലും ഈ സീരീസ് ഇറങ്ങുന്നുണ്ട്. സോ മെയ് 27-ന് ടോട്ടൽ 8 എപ്പിസോഡാണ് സീരീസിനുള്ളത്. 8 എപ്പിസോഡും മെയ് 27-ന് തന്നെ ഒറ്റയടിക്ക് റിലീസാക്കുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. അതിക്ക് മുമ്പ് ഒരു റൂമറുണ്ട്, 8 എപ്പിസോഡിലെ ഫസ്റ്റത്തെ എപ്പിസോഡ്, ആദ്യത്തെ ഒരു എപ്പിസോഡ് ഇംഗ്ലീഷായിട്ട് മാത്രം മെയ് 27-ാം തീയതിക്ക് മുമ്പ് മെയ് പാതി ആകുമ്പോൾ കണ്ട് ഇറക്കും എന്നാണ് അറിയുന്നത്. അത് ഇംഗ്ലീഷ് മാത്രമേ ഉണ്ടാവുള്ളൂ. സോ മെയിനായിട്ട് ഈ സീരീസ് ബ്ലാക്ക് ആൻഡ് വൈറ്റും കളറായിട്ട് ഇറക്കണമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആയിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക. സോ ഓക്കെ, ഇനി മെയ് 27-ാം തീയതി കണ്ടിട്ട് ബാക്കി ഡീകോഡിങ്. ഓക്കെ, ദിസ് ഈസ് കോമിക്സ് ആൻഡ് മാൻഡ്. ഐ ആം എറ്റ്സ് റെഡി സൈനിങ് ഓഫ്.